വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഫെബ്രുവരിയിൽ നടന്ന CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. 2026 ഫെബ്രുവരിയിൽ CSEBയുടെ 3 എക്സാമാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഡ് പറയാം. 1079/2026, അതായത് ഫെബ്രുവരി 1 നടന്ന എക്സാം. 1080/2026 ഫെബ്രുവരി 8 നടന്നത്. 1081/2026 ഫെബ്രുവരി 14 നടന്നത്. അങ്ങനെ 3 എക്സാമാണ് CSEBയുടെ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ അത് കൂടാതെ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി നടന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ബാങ്കിങ്ങും ഒക്കെ നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അപ്പോൾ അതോടുകൂടി കവറാവും. പിന്നെ നമുക്ക് KS കാർഡ് ബാങ്കാണുള്ളത്. പിന്നെ മാർച്ച് 1 എക്സാമും കൂടി ഉണ്ടാവും കേട്ടോ. സോ അപ്പോൾ അത് നമുക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് പഠിച്ച് വരാം. അപ്പോൾ ഒന്ന് കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫെബ്രുവരി 1 നടന്ന 1079/2026 കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The Khusro Committee 1989 recommended certain packages in the cooperative sector which included options നോക്കാം. Need for comprehensive cooperative legislation reforms, role of federations in strengthening their constituents. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് വുമൺ ഇൻ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, നീഡ് ഫോർ ഫോർമുലേഷൻ ഓഫ് എ നാഷണൽ കോപ്പറേറ്റീവ് പോളിസി. അപ്പോൾ ഖുസ്രു കമ്മിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യകതയെക്കുറിച്ച് ഉന്നയിക്കുന്ന കമ്മിറ്റി കൂടിയാണ് ഖുസ്രു കമ്മിറ്റി 1989. ഇപ്പോൾ ചില ഫാക്റ്റുകൾ നമുക്ക് അറിയാത്തതായിരിക്കാം, ചില ഫാക്റ്റ് നമുക്ക് അറിയുന്നതായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് ഓൾ ആർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓൾ ആർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓൾ ആർ കറക്റ്റാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നും കൂടി പഠിക്കാം. ഖുസ്രു കമ്മിറ്റി 1989 എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത്? നീഡ് ഫോർ കോംപ്രിഹെൻസീവ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ റീഫോംസ്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ റീഫോംസ് കോംപ്രിഹെൻസീവ് ആക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ കമ്മിറ്റിയാണ് ഖുസ്രു കമ്മിറ്റി 1989. പിന്നെ അതുപോലെ ഫെഡറേഷൻസിൻ്റെ റോള് ഇത്തിരിയും കൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്ന് അവകാശപ്പെട്ടു. അതുപോലെ ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ വുമൺ, മാനേജ്മെൻറ്റ് പൊസിഷൻസിൽ കോപ്പറേറ്റീവ്സിന് വുമണിൻ്റെ പ്രാതിനിധ്യം കൂട്ടണം എന്നുന്നയിച്ച കമ്മിറ്റിയും ഖുസ്രു കമ്മിറ്റിയാണ്. നീഡ് ഫോർ ഫോർമുലേഷൻ ഓഫ് എ നാഷണൽ കോപ്പറേറ്റീവ് പോളിസി. ഇപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് ഒരുവിധം നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ്. പക്ഷേ ഈ ബാക്കിയുള്ള പോയിൻ്റുകൾ നമുക്ക് തീരെ അറിയില്ലെങ്കിൽ, നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ഏകദേശം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഓൾ ആർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഖുസ്രു കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള 4 റെക്കമെൻഡേഷൻസും കറക്റ്റാണ്. അപ്പോൾ ഓൾ ആർ കറക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് കമ്പയറിങ് ബഡ്ജറ്ററി ഫിഗേഴ്സ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട്. എന്ത് കണ്ടെത്താനാണെന്ന്, അതായത് കമ്പയർ ചെയ്യാണ് ബജറ്റിലെ ഫിഗേഴ്സും അതുപോലെ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്താണ്? നമുക്ക് അറിയുന്നതാണ് വാരിയൻസ് ആണ്. വാരിയൻസ് അനാലിസിസ് ചെയ്യുന്നത് അതാണല്ലോ. ദ പ്രോസസ് ഓഫ് കമ്പയറിങ് ദ ബഡ്ജറ്റഡ് ഫിഗേഴ്സ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ്, ദാറ്റ് ഈസ് വാരിയൻസ് അനാലിസിസ്. വാരിയൻസ് കണ്ടെത്താനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആസ് പെർ ദ സജഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951 അപ്പോയിൻറ്റ് ചെയ്യുകയും 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചീഫ് ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ദ. ചീഫ് ഓഡിറ്റർ ആർക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ രജിസ്ട്രാറാണ് കണ്ടിട്ടുള്ളതെങ്കിലും രജിസ്ട്രാറാണ് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ് കേട്ടോ. ഓക്കെ, ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ് നമുക്ക് ആൻസർ കീയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951 to 54 ചീഫ് ഓഡിറ്റർ ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ദ രജിസ്ട്രാർ ആണെന്നാണ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ല. എന്നിരുന്നാലും രജിസ്ട്രാർ ആണെന്നുള്ളൊരു കൺസേണിലാണ് മിക്ക ആൾക്കാരും ആൻസർ എഴുതിയത്. പക്ഷേ ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ് ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നാഷണൽ പോളിസി ഓൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡിക്ലെയർഡ് ഇൻ ഇയർ. നാഷണൽ പോളിസിയുടെ വർഷം ഡിക്ലെയർ ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ കറക്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. 2002 കറക്റ്റ്
ഇയർ കേട്ടോ. പക്ഷെ അത് തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ നാഷണൽ പോളിസി ഓൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡിക്ലെയർഡ് ഇൻ ദ ഇയർ 2002 എന്ന് പഠിച്ചു വയ്ക്കുക. നാഷണൽ പോളിസി ഓൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡിക്ലെയർഡ് ഇൻ ദ ഇയർ 2002 എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത് കേട്ടോ. അടുത്തത് ആൻ ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി. ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന. ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാംകോ ആണ് അല്ലേ. 2 വെഞ്ചറാണ് ക്യാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണാടക ആൻഡ് കേരള. അപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാംകോ ആണ്. ക്യാംകോയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രികൾച്ചറൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തതെന്ന് പറയുമ്പോൾ തന്നെ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പെടും, പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് പെടും, ഷോർട്ട് ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പെടും. അപ്പോൾ അല്ലാത്തത് നമ്മുടെ അർബൻ ബാങ്ക്സ് ആണ്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ദ ഇയർ ഇൻ വിച്ച് കാർവേ കമ്മിറ്റി എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്. കാർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 64-ലാണ്. കാർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 64-ലാണ്, 1964. ദ ഇയർ ഇൻ വിച്ച് കാർവേ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1964 ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങുള്ള ഭാഗമുണ്ട്, അതായത് നമ്മുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗം ICAയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗം നന്നായി പഠിക്കണം. കാർവേ കമ്മിറ്റിയെ ബന്ധപ്പെട്ടിട്ടുള്ള 3rd സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്ന ഭാഗമാണ്. 64-ൽ അപ്പോയിൻറ്റ് ചെയ്യും, 66-ലാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് ഈ ഒരു കാർവേ കമ്മിറ്റിയുടെ സമയത്താണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഭാഗം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ 5 രാജ്യങ്ങളാണ് ഈ ഒരു കാർവേ കമ്മിറ്റി. കാർവേ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ എങ്കിലും 5 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. UK-യിലുള്ള ആൾ ബോർണറായിരുന്നു, USA-ൽ കൗഡൻ എന്നറിയപ്പെടുന്ന ആൾ, USSR-ൽ കിസ്റ്റനോവ്, ജർമ്മനിയിൽ ഹാൻസ്ലർ ആയിരുന്നു, ഇന്ത്യയിൽ DJ കാർവേ കേട്ടോ. ഇന്ത്യയിലെ DJ കാർവേയാണ് ചെയർമാനായിട്ട്, ഈ ഒരു കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. എങ്കിലും ബാക്കി 5 വ്യക്തികളെ കൂടി അറിഞ്ഞിരിക്കുക. ഒന്നും കൂടി പറയാം, 5 നേഷൻസിൻ്റെ മെമ്പേഴ്സാണ് ഇതിൽ. അപ്പോൾ 5 എന്നും പഠിക്കണം. UK-യിൽ ബോർണറാണ്, USA-ൽ കൗഡൻ, USSR-ൽ കിസ്റ്റനോവ്, ജർമ്മനിയിൽ ഹാൻസ്ലർ, ഇന്ത്യയുടെ DJ കാർവേ. ഇത്രയും പേരെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടി ഓർമ്മിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കാർവേ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്തുനിന്ന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. DJ കാർവേയുടെ ഫുൾ നെയിം വേണമെങ്കിൽ ഒന്ന് ഓർത്ത് ചെയ്യുന്നുള്ളൂ. ദത്താത്രേയ ഗോപാൽ കാർവേ എന്നാണ് പേര് കേട്ടോ. DJ കാർവേ എന്നാണ് അറിയപ്പെടുന്നെങ്കിലും ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്താത്രേയ ഗോപാൽ കാർവേ എന്നാണ്. ഡിസംബർ 24, 1898 ആൾ പൂനെയിലാണ് ജനിക്കുന്നത് കേട്ടോ. ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, പ്രൊഫസറായിരുന്നു. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. NCCTയുടെ ഫസ്റ്റ് ചെയർമാനാണ് ആര്? ഈ DJ കാർവേ കേട്ടോ. NCCTയുടെ ഫസ്റ്റ് ചെയർമാനാണ് DJ കാർവേ എന്നും കൂടി ഓർത്തിരിക്കുക. ദത്താത്രേയ ഗോപാൽ കാർവേ എന്നാണ് ഫുൾ നെയിം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ഈ ഭാഗം നിർബന്ധമായിട്ട് എല്ലാ പരീക്ഷകൾക്കും നോക്കിപ്പോണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫ്രം എമംഗ് ദ ഫോളോയിങ് പിക്ക് ഔട്ട് ദ ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഷൂൾസും ഡെലിറ്റ്സിൻ്റെ സൊസൈറ്റീസും തമ്മിലുള്ള ഷൂൾസ് ഡെലിറ്റ് സൊസൈറ്റി ജർമ്മനിയിലുള്ള സൊസൈറ്റീനാണ്. അപ്പോൾ അതിൽ എന്ത് പിക്ക് ഔട്ട്, ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ നോക്കാം. The loan period was usually 3 months, although it was renewable ആയിരുന്നു, but not more than 3 times. 3 പ്രാവശ്യത്തിൽ കൂടുതൽ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. The area of operation is larger ആണ്. പിന്നെ ഷൂൾസിൻ്റെ ലാർജും റേഫിസൻ്റെ സ്മോളും ആയിരുന്നു. ആൻഡ് എനിവൺ കുഡ് അക്വയർ ദർ മെമ്പർഷിപ്പ്. ശരി തന്നെയാണത്. ഡെപ്പോസിറ്റ്സ് വെർ ആക്സെപ്റ്റഡ് ഫ്രം മെമ്പേഴ്സ് ആസ് വെൽ ആസ് നോൺ മെമ്പേഴ്സ്. അങ്ങനെ പറ്റിയായിരുന്നു. ഡെപ്പോസിറ്റ്സ് മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യായിരുന്നു, സ്വീകരിക്കാമായിരുന്നു. സ്ട്രോങ് ഷെയർ ക്യാപിറ്റലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ലോൺ പീരിയഡ് വ്യത്യാസമുണ്ട്. റിന്യൂവബിൾ ബട്ട് നോട്ട് മോർ ദാൻ 3 times എന്നുള്ളത് ഒരു ഇൻകൺസിസ്റ്റൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഷൂൾസ് ഡെലിറ്റ്സിൻ്റെയും അതുപോലെ റേഫിസൻ സൊസൈറ്റീസിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ ഭാഗം നോക്കി പോകണം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ധാരാളമായി കാണാറുണ്ട്. അടുത്തത് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആരാണ് ഫാദർ എന്ന് പറഞ്ഞാൽ?
ഫെഡറിക് നിക്കോൾസൺ ആണ് ഫാദർ ഇൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്യാംകോനെ എക്സ്പാൻഡ് ചെയ്യാനാണ് കേട്ടോ. ക്യാംകോനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. സെൻട്രൽ, അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് നമ്മൾ കണ്ണുടക്കി പോകരുത്. നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. സെൻട്രൽ അർക്കനറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നതാണ് ഫുള്ളായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അർക്കനറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ അത് തെറ്റാതെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റും കേട്ടോ. ഓക്കെ, അതാണ് ക്യാംകോ. പിന്നെ ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1992-93 ടു സപ്പോർട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ആരുടെ ഫണ്ടാണെന്നാണ് വർഷവും തന്നിട്ടുണ്ട്. അപ്പോൾ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം, ഇനിയിപ്പോൾ അത് ചോദിച്ചാലോ, അപ്പോൾ നമുക്ക് കിട്ടാതിരിക്കേണ്ട. അപ്പോൾ ഒരു ഇത് ക്ലൂ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നബാർഡാണ് ഈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നബാർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അത് ഏത് സമയത്ത് വർഷത്താണെന്ന് അതിൽ തന്നിട്ടുണ്ട്. 92-93 ആണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻ ദ ഇയർ. വർഷവും ചോദിച്ചിട്ടുണ്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഓപ്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കാത്തത് കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുണ്ടായത് കേട്ടോ. കാരണം അറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നബാർഡാണെന്നും വർഷം 98 അറിയാം. പക്ഷേ അത് അങ്ങും ഷഫിൾ ചെയ്ത് പോയ കാരണം തോന്നുന്നുണ്ട് അത് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ അത് പഠിക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണെന്നും എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെച്ചാൽ 1998 ആണെന്നും പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വിച്ച് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓൺ സെവറൽ ഏരിയാസ് ഓഫ് ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്. ഓർഗനൈസേഷൻ്റെ ഫങ്ഷനുമായി ബന്ധപ്പെട്ടുള്ള സെവറൽ ഏരിയാസിലെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിക്കേഷൻ വഴിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്കാണ്, അതായത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കേട്ടോ. ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഫീഡ്ബാക്കുകൾ കൊടുക്കുക. ഓക്കെ, മുകളിലേക്ക് കൊടുക്കുക ഫീഡ്ബാക്ക്. അപ്പോൾ അതൊരു ഫ്ലോ ഓഫ് ഇൻഫോർമേഷനാണ്. സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയർ. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം അത് സബോർഡിനേറ്റ്സിൽ നിന്നും കാരണം സുപ്പീരിയർ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പം ഇവർ ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിന് കൊടുക്കുന്നത് വിത്തിൻ ആൻ ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. അപ്പോൾ ഫീഡ്ബാക്ക് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ അപ്വേർഡാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണേൽ പറയാം അല്ലേ. പിയർ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ളത് സെയിം ഹൈറാർക്കി ലെവലിലായിരിക്കും, പക്ഷേ അവരുടെ കമ്മ്യൂണിക്കേഷൻ ലാറ്ററലായിരിക്കും. ബിറ്റ്വീൻ പിയേഴ്സ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇത് ഒരു കോർഡിനേഷനും കൊളാബറേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഓവറോൾ മാനേജ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട് താനും. പിന്നെ ഡയഗണലാണ് പറഞ്ഞിട്ടുള്ളത്. ഡയഗണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ എംപ്ലോയീസ് തമ്മിൽ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. പല പല തലങ്ങളിലുള്ള എംപ്ലോയീസ്, മാനേജേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റ് ഡിഫറെൻറ്റ് ലെവൽസിലുള്ള എംപ്ലോയീസ് ആൻഡ് അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല പല ഡിപ്പാർട്ട്മെൻറ്റും ആവാം കേട്ടോ. ഡിഫറെൻറ്റ് ലെവൽസും ആവാം, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ആവാം. രണ്ടും ഡിഫറെൻ്റ് ആണ്. അതാണ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൗൺവേർഡ് പിന്നെ താഴോട്ടുള്ളതാണ്. ഡൗൺവേർഡിൽ പോകുന്നത് ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസുമാണ് പോകുന്നത് കേട്ടോ. പോളിസി അനൗൺസ് ചെയ്യുക, ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതൊക്കെ താഴോട്ട് പോകുന്നത് സുപ്പീരിയറിൽ നിന്നും താഴോട്ട് എംപ്ലോയീസിനായിരിക്കും പോവുക അല്ലേ, ഇൻഫീരിയർക്ക് ആൾക്ക് പോവുക. അത് ഡൗൺവേർഡ് ആയിരിക്കും. സോ ഒന്ന് നോട്ട് ചെയ്ത് ജസ്റ്റ് അപ്വേർഡ് ആണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്വേർഡാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് യുവർ ആക്ഷൻസ്, ഡിസിഷൻസ് ആൻഡ് ദെയർ ഔട്ട്കംസ്, ഓണിങ് മിസ്റ്റേക്സ് റാദർ ദാൻ ബ്ലെയിമിങ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റം പറയാതെ ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് നമ്മുടെ ആക്ഷൻസും ഡിസിഷൻസും അതിൻ്റെ ഔട്ട്കംസും. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു ഔട്ട്കം ഉണ്ടായിരിക്കും അല്ലേ. അതിപ്പോൾ എന്തായാലും റാദർ ദാൻ മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വയം ഏറ്റെടുക്കുക.
അതിന് പറയുന്നതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയില്ലേ ആൾ നല്ല അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ പിഴവ് വന്നാലും എന്ത് വന്നാലും മറ്റുള്ളവരെ പഴിക്കാതെ അത് ഏറ്റെടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും. ഓക്കെ, അതാണ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് യുവർ ആക്ഷൻസ്, ഡിസിഷൻസ് ആൻഡ് ദെയർ ഔട്ട്കംസ്, ഓണിങ് മിസ്റ്റേക്സ് റാദർ ദാൻ ബ്ലെയിമിങ് അതേഴ്സ്. ചില ആൾക്കാർ നേരെ മറിച്ചായിരിക്കും. പിന്നെ നല്ലതാണെങ്കിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയും ചീത്തയാണെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുകയും ചെയ്യും അല്ലേ. അത് വേറൊരു വിഭാഗമാണ്. ഇത് അക്കൗണ്ടബിലിറ്റിയാണ് കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ജാങ് ഇൻ പഞ്ചാബാണ്, 1920. അപ്പോൾ നമ്മുടെ സ്ഥിരം PYQ ആണ് കേട്ടോ. 15 ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് സെറ്റിലുള്ളത്. സെക്കൻഡ് സെറ്റ് നോക്കാം കേട്ടോ. സെക്കൻഡ് സെറ്റ് 1080 ആയിരുന്നു കോഡ് വന്നിട്ടുള്ളത്. എക്സാം നടന്നത് ഫെബ്രുവരി 8. ഓക്കെ, അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിതിൽ ചെയ്യുന്നത് കേട്ടോ. 3 നമ്മുടെ എല്ലാം ഫെബ്രുവരിയിൽ നടന്നത് തന്നെയാണ്. പിന്നെ ഫെബ്രുവരി 28 ഉണ്ടായിരുന്നത് നമ്മുടെ കേസ് കാർഡും JCA ആയിരുന്നു. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കുറച്ച് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ അതിലുള്ളത്. നമ്മുടെ CSEBയുടെ പോലത്തെ അല്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ അല്ലാത്തതാണെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ ആയത് പഠിക്കണം. ഏതൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻറ്റ്. പാട്രണേജ് ഡിവിഡൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്രയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഇതിൽ പെടുന്നതല്ല. പക്ഷേ പ്രിൻസിപ്പളാണ് 1995 ലാസ്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന പ്രിൻസിപ്പളിലുള്ളതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. പക്ഷേ റോക്ക്ഡെയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തില്ല, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അതുകൊണ്ട് അത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിളായി ബന്ധപ്പെട്ട തന്നെയാണ്. വിച്ച് കമ്മിറ്റി ക്ലാസിഫൈസ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഇൻ ടു എസെൻഷ്യൽ അതുപോലെ നോൺ എസെൻഷ്യൽ എന്ന 2 തട്ടിൽ പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ തരം തിരിച്ചിട്ടുണ്ട്. ആരാണ് അങ്ങനെ തരം തിരിച്ചത്? ഏത് കമ്മിറ്റിയാണ് അങ്ങനെ തരം തിരിച്ചത്? അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു ICA അല്ലേ. ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ICA ആണ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ. അതായത് ആദ്യം റോക്ക്ഡെയിലായിരുന്നു. അപ്പോൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് അങ്ങനെ ഫോളോ ചെയ്ത് പോകുമായിരുന്നു. പിന്നെയാണ് ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാം, പ്രിൻസിപ്പൾസൊക്കെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ ICA ആണ് ഫസ്റ്റ് കമ്മിറ്റീനെ. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ICA എന്ന് തന്നെയാണ് പറയണത്. ഇവിടെ ഓപ്ഷൻസ് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് എസെൻഷ്യലും നോൺ എസെൻഷ്യലും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൾസ് ബൈ ICA എന്നാണ് പറയുക. മൊത്തം സ്റ്റേജ് നോക്കുമ്പോൾ അത് സെക്കൻഡ് സ്റ്റേജാണ്. പക്ഷേ ICA ഇതിലേക്ക് റീഫോർമുലേഷൻ കൊണ്ടുവരുന്നത് ഈ സ്റ്റേജ് തൊട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ICA സംബന്ധിച്ച് ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. പക്ഷേ നോർമൽ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ സ്റ്റേജ് നോക്കുമ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേജാണ്. 1934 ICA ഇങ്ങനെ ഒരു സബ് കമ്മിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിൻസിപ്പൾസിന് നമ്മുടെ റോക്ക്ഡെയിൽ ഓൾറെഡി ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ് കമ്മിറ്റീനെ ICA അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ICA ആണ്. 1934. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ 34 ഇത് 34 ഈ സബ് കമ്മിറ്റീനെ വെക്കുന്നത് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് സബ് കമ്മിറ്റി. ഈ സബ് കമ്മിറ്റി 34 ഇങ്ങനത്തെ ഈ ഒരു റിപ്പോർട്ട് വന്നപ്പം 1937 വെച്ചിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ICA ആക്സെപ്റ്റ് ചെയ്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ ശരിക്കും അംഗീകരിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1937. അപ്പോൾ അതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് വെച്ചാൽ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു ലീഗലി കൂടി അംഗീകരിക്കുന്നത് 1937. അത് നമ്മുടെ കോപ്പറേറ്റീവ് കോൺഗ്രസ്, വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെ 10ാമത്തെ പാരീസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ 1937 എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എസെൻഷ്യലും നോൺ എസെൻഷ്യലും. പ്രിൻസിപ്പൾസിന് മാറ്റമൊന്നുമില്ല, പ്രിൻസിപ്പൾസ് അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻറ്റ്. ആദ്യത്തെ 4 എണ്ണത്തിന്
എസെൻഷ്യൽ എന്നും പിന്നീട് വരുന്ന 4 റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅൾട്ടേർഡ് ഗുഡ്സ് ഉണ്ടല്ലോ, അതിനെ നോൺ എസെൻഷ്യൽ എന്നും ആക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പുതിയ പ്രിൻസിപ്പൽസ് ഒന്നും കൊണ്ടുവരുന്നില്ല. പിന്നെ കാർവേയുടെ 3rd സ്റ്റേജിലെ കാർവേ തൊട്ടിട്ടാണ് പിന്നെ അഡീഷൻസ് ഒക്കെ വരുന്നത്. ആദ്യത്തെ 2 സ്റ്റേജിലും പ്രിൻസിപ്പൽസ് സെയിം തന്നെയാണ്. മറ്റേ പ്രിൻസിപ്പൾസിൻ്റെ ഒന്ന് എസെൻഷ്യലും നോൺ എസെൻഷ്യലും എന്നും ആക്കി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ബൈ ICA എന്നാണ് അറിയപ്പെടുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ഇംപ്ലൈസ് ദാറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഷുഡ് ബി ആൻ ഇൻ്റഗ്രേറ്റഡ് റോൾ. ഇൻ്റഗ്രേറ്റഡ് വോൾ എന്നറിയപ്പെടുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഇംപ്ലൈസ് ചെയ്യുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഷുഡ് ബി ആൻ ഇൻ്റഗ്രേറ്റഡ് വോൾ എന്നറിയപ്പെടുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് അല്ലേ. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നതാണെന്ന് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സുമായി റിലേറ്റ് ചെയ്തതാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തത്? സിംഗിൾ പർപ്പസ് എവിടെയാണ്? സിംഗിൾ പർപ്പസ് ഡെൻമാർക്കിലും മൾട്ടി പർപ്പസ് ജപ്പാനിലുമാണ് കേട്ടോ. സിംഗിൾ പർപ്പസ് ഡെൻമാർക്ക്, മൾട്ടി പർപ്പസ് ജപ്പാൻ. പിന്നെ അടുത്തത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് റേഫിസണിൽ എത്ര ഡയറക്ടർമാരുണ്ടായിരുന്നു എന്നാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നല്ല ക്വസ്റ്റനാണ്. 6 ഡയറക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് റൈഫിസൺ സൊസൈറ്റീസ് കൺസിസ്റ്റഡ് ഓഫ് ഡാഷ് ഡയറക്ടേഴ്സ്, 6 ഡയറക്ടേഴ്സ്. പിന്നെ ഡാഷ് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്തത് ഡെൻമാർക്കാണ്. അത് പണ്ടത്തെ തൊട്ടുള്ള സ്ഥിരം ക്വസ്റ്റനാണ്, ഡെൻമാർക്കാണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അതായത് ICA വാസ് ഫൗണ്ടഡ് ബൈ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ഏത് ഭാഗത്ത്, ഏത് സ്ഥലത്ത് വെച്ചാലാണ് ICA ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ICA ഫൗണ്ട് ചെയ്ത കോൺഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലണ്ടൻ കോൺഫറൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ C ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലണ്ടൻ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ICA എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് കേട്ടോ. ഇത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന് എത്ര റീജിയണൽ അസംബ്ലീസ് ഉണ്ട് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എത്ര റീജിയണൽ അസംബ്ലീസ് ഉണ്ട്? 4 റീജിയണൽ അസംബ്ലീസ് ആണുള്ളത്. 4 ഓഫീസുകളാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനുള്ളത്. പിന്നെ ICAയുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജസും നോക്കണം കേട്ടോ. ICM സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും നോക്കി പോകണം. അത് ഇമ്പോർട്ടൻ്റ് ഓഫ് ICA എലക്റ്റഡ് ഫോർ 2022 to 2026 പീരിയഡിലുള്ള ആളാണ് ഏരിയൽ ഗ്വാർക്കോ. ഗ്വാർക്കോ ആണ്. പിന്നെ ഡെയിം പോളിഗ്രീൻ ആരാണ്? വുമൺ ആയിരുന്നു അല്ലേ, വുമൺ. അതുപോലെ റോബർട്ടോ റോഡ്രിഗ്സ് ആയിരുന്നു യൂറോപ്യൻ ആയിട്ടുള്ള പിന്നെ പ്രസിഡന്റ് ICAയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ പീരിയഡ് 1904 1911. അതിൻ്റെ ഇടയിലുള്ള അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വാസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. 10% ലിവിങ് ഇൻ ദ സെയിം ഏരിയ കുഡ് ഫോം എ സൊസൈറ്റി. 10% ആയിരുന്നു 1904 ഉണ്ടായിരുന്നത് നമുക്കറിയാം അല്ലേ. പിന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസ് വെർ ഫോംഡ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. പ്രൈമറി, സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ് വെർ ഫോംഡ്. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ അർബൻ സൊസൈറ്റീസ് കുഡ് ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. ഇത്രയാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമാണ് അന്ന് ഫോം ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ പ്രൈമറിയും അതുപോലെ സെൻട്രൽ സൊസൈറ്റീസും അപ്പെക്സ് അങ്ങനെ ഒരു ഫോം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ആക്ടിൻ്റെ വലിയ പോരായ്മ തന്നെ എന്തായിരുന്നു? സെൻട്രൽ സൊസൈറ്റീസ് ഉണ്ടായിരുന്നില്ല. സെൻട്രൽ സൊസൈറ്റീസിനൊരു നിയമം, ആ നിയമം അതിന് ബാധകമായിരുന്നില്ല. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലാത്തത് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBI വാസ് ടു ഹെൽപ്പ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആണ്. സോ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഏറെ സഹായപ്രദമായ RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ് ലെഡ് ടു ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിൻ്റെ ഓർഗനൈസേഷനെ സഹായിച്ച റെക്കമെൻഡേഷൻ ആരുടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാർജ് സൈസ്ഡ് നമ്മുടെ സർവേ കമ്മിറ്റി ആയിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് റിലേറ്റിംഗ് ടു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലെവൽസ് ഓഫ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ്, അതായത് TNA എന്നറിയപ്പെടുന്ന ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റിൻ്റെ ലെവൽസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഓർഗനൈസേഷണൽ അസസ്മെൻ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ അസസ്മെൻറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓർഗനൈസേഷണൽ അസസ്മെൻ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ അസസ്മെൻ്റ് ഉണ്ട്. ശരിക്കും ലെവൽസ് നോക്കുകയാണെങ്കിൽ 3 ലെവൽസാണ് പറയുക. ഓർഗനൈസേഷണൽ അനാലിസിസ് വരും, ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ അസസ്മെൻറ്റ് വരും, ഇൻഡിവിജ്വൽ അനാലിസിസ് വരും. ഇത് 3ആണ് പ്രധാനമായിട്ട് വരിക. ഓർഗനൈസേഷണൽ അസസ്മെൻറ്റ്, ഒക്യുപ്പേഷണൽ അസസ്മെൻറ്റ്, അതുപോലെ ഓപ്പറേഷണൽ അനാലിസിസ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. അതുപോലെ ഇൻഡിവിജ്വൽ അനാലിസിസ്, ഇത് 3ആണ് വരിക. ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റിന് 3 ലെവൽ ഓഫ് അനാലിസിസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെറിൻ പേഴ്സൺസ് വോളണ്ടറിലി അസോസിയേറ്റ്. സ്വയമാണ്, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, വോളണ്ടറിലി അസോസിയേറ്റ് ടുഗദർ ആസ് ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ് അവർ അസോസിയേറ്റ് ചെയ്യുന്നത് വോളണ്ടറിലി ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്യുന്നത് അല്ലേ. ബേസിസ് ഓഫ് ഇക്വാലിറ്റിയിലാണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ്. കാൽവേർട്ടിൻ്റെ കോട്ടാണ് കേട്ടോ. അക്കോർഡിംഗ് ടു കാൽവേർട്ടാണ് വരിക. അക്കോർഡിംഗ് ടു കാൽവേർട്ട്, കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെറിൻ പേഴ്സൺസ് വോളണ്ടറിലി, ആ വോളണ്ടറിലി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ബേസിസ് ഓഫ് ഇക്വാലിറ്റി നോട്ട് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും കീവേഡ് മാത്രം ഓർത്ത് വയ്ക്കുക. വോളണ്ടറിലി അസോസിയേറ്റ് ടുഗദർ ആസ് ഹ്യൂമൻ ബീങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്. അവരിലെ എക്കണോമിക് ഇൻട്രസ്റ്റിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒരു കടന്നു വരുന്നത്. വോളണ്ടറിലി അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കാൽവേർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ റോക്ക്ടെയിൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം വാസ് കൺസേൺഡ് വിത്ത്. റോക്ക്ടെയിൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം ഏത് ടൈപ്പായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആയിരുന്നു അല്ലേ. കൺസ്യൂമർ സ്റ്റോറാണായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് ടൈപ്പ് ആയിരുന്നു എന്ന് പറയാം റോക്ക്ടെയിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കി കഴിഞ്ഞു കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോഡ് നോക്കാം. നെക്സ്റ്റ് കോഡ് 1081 ആയിരുന്നു. 1081 നടന്നത് 14/2/2026 ഫെബ്രുവരി 14 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കി പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ, വർഷവും ചോദിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരസ്വത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പഠിച്ചിട്ടുണ്ടാവും മിക്കവരും. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇവിടെയാണെങ്കിൽ അത് കാണാനുമില്ല, അത് ബോംബെയിലായിരുന്നു. അപ്പോൾ അത് കാണാനുമില്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊച്ചിനും ബാംഗ്ലൂർ, ന്യൂഡൽഹിയും തിരുവനന്തപുരമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1909 ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 1909 ബാംഗ്ലൂരിലായിരുന്നു. അതിൻ്റെ പേര് ബാംഗ്ലൂർ ബിൽഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ ഓപ്ഷൻസിൽ മറ്റതില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് കൊടുക്കാം. 1909 ബാംഗ്ലൂർ കൊടുക്കാം. കുറച്ചും കൂടി വലുതും ഉറപ്പുള്ളതും ഒക്കെ അത് തന്നെയാണ്, പക്ഷേ ഇവിടെ അത് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് 1915 പക്ഷേ ചില പുസ്തകങ്ങൾ 1905 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നറിയില്ല. 1915 അത് ശരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1909 ബാംഗ്ലൂർ ബേസ്ഡ് ബാംഗ്ലൂർ ബിൽഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അതായത് ഫോർമർ സ്റ്റേറ്റ് ഓഫ് മൈസൂറിൽ, ഇപ്പോൾ കർണാടകയിലാണ്. അന്ന് അവിടെയാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ 1909 അന്ന് അത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായി കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇത് ഏഷ്യയിൽ തന്നെ പറയപ്പെടുന്നത് നമ്മുടെ സാരസ്വത് തന്നെയാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ലോങ് ടേം ക്രെഡിറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ലോങ് ടേം ക്രെഡിറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ RBI ഫോർ റീഫിനാൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി. എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്യും വെച്ചാൽ 25 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. 25 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ലോങ് ടേം ക്രെഡിറ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും അതേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ RBI അവർക്ക് റീഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചറിലും അലൈഡ് ആക്ടിവിറ്റീസും മറ്റ് ഇതര ആക്ടിവിറ്റീസിനും എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും എന്നാണ്. 25 വർഷത്തോളം ഈ ലോങ് ടേം ക്രെഡിറ്റ് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓർഗനൈസേഷൻ ദാറ്റ് സപ്പോർട്ട്സ് ഡയറി കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുകയും ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അതുപോലെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ബൈ പ്രൊവൈഡിങ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതാരെക്കുറിച്ച് ഏത് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏത് ഓർഗനൈസേഷനാണ്? NDDB ആണ് അല്ലേ.
NDDBനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ദ ഓർഗനൈസേഷൻ ദാറ്റ് സപ്പോർട്ട്സ് ഡയറി കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനെ സഹായിക്കുകയും അവരെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വാല്യൂ ആഡഡ് പ്രോസസ് ടെക്നോളജിയിലൂടെ അത് കൂടുതലാക്കുക അതിനൊക്കെ സഹായിക്കുന്നത് NDDB ആണ്. ദിസ് സ്കീം അപ്പോൾ അടുത്തത് ദിസ് സ്കീം പ്രൊട്ടക്ട്സ് കവറിങ് ലോൺ ലയബിലിറ്റീസ് ഇഫ് എ ബോറോവർ ഡൈസ് ഡ്യൂറിങ്. ഒരു ലോൺ പീരിയഡിൽ ഒരു ബോറോവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ലോൺ ലയബിലിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കീം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് റിസ്ക് ഫണ്ട് സ്കീമാണ്. റിസ്ക് ഫണ്ട് സ്കീമിലാണ് ലോണ് അടയ്ക്കുന്ന ആൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അതിനെന്തില്ല, റിസ്ക് ഇല്ല. അപ്പോൾ റിസ്ക് സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടില്ല. ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാരണം റിസ്ക് ഫണ്ട് വഴി അവർക്ക് അത് ലോൺ ലയബിലിറ്റി നികത്തപ്പെടുന്നതായിരിക്കും. ഡൂയിങ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറൻറ്റ് എൻജോയ്മെൻറ്റ്, നമ്മുടെ ഉള്ളിലുള്ള എൻജോയ്മെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണൽ ചാലഞ്ച് റാദർ ദാൻ എക്സ്റ്റേണൽ റിവാർഡുകളൊന്നും മോഹിച്ചല്ലാതെ അവരുടെ ജോലി ചെയ്യുക. അതിന് എന്ത് മോട്ടിവേഷൻ എന്നാണ് പറയുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. എന്ത് മോട്ടിവേഷനാണ് അത്? ശരിക്കും ഉള്ളിലുള്ള അതാണ് ഉള്ളിലുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഒരു സാലറി വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പദവി വേണമെന്നോ ഒന്നും മോഹിച്ചല്ല. അതൊരു എൻജോയ്മെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഓർ പേഴ്സണൽ ഒരു നീഡിന് വേണ്ടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുറത്തുള്ള, ഇൻട്രിൻസിക് അതാണ് ഇൻറ്റേർണൽ ഡ്രൈവ് കാരണമാണ്. ഇൻട്രസ്റ്റിംഗ് ആയി, എൻജോയബിൾ ആയി തോന്നുന്നു, സാറ്റിസ്ഫൈയിങ് ആയി തോന്നുന്നു, അത് കാരണം ആ ഒരു മോട്ടിവേഷണൽ പർപ്പസിലാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ചിലപ്പം പണം മോഹിച്ചാവാം, അല്ലെങ്കിൽ ഗ്രേഡ് കൂടും എന്ന് വിചാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് വന്നാലോ എന്ന് ഭയന്നിട്ടാവാം, അപ്പോൾ അതും ആവാം. അപ്പോൾ അതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. പിന്നെ ഫിയർ ബേസ്ഡ് പറഞ്ഞിട്ടുണ്ട്, അത് നോർമലി ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് എക്സ്ട്രിൻസിക്കും പിന്നെ ഇൻട്രിൻസിക്കുമാണ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള എൻജോയ്മെൻറ്റ്, നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിനെയാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടും, ഗ്രേഡ് കൂടും, അങ്ങനെയൊക്കെ മോഹിച്ചാവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രീവൻസ് റീഡ്രസൽ അതോറിറ്റി ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രീവൻസ് റിഡ്രസൽ ആരാണ് നടത്തുന്നത്? ആ ഓംബുഡ്സ്മാൻ ആണ് അതിൻ്റെ അതോറിറ്റി അല്ലേ. ഗ്രീവൻസസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓംബുഡ്സ്മാൻ. ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡാഷ് ഹെൽപ്സ് ടു നോ വെദർ കമ്മ്യൂണിക്കേഷൻ ഈസ് റിസീവ്ഡ് ബൈ ദ റിസീവർ ആസ് ഇൻറ്റൻഡഡ് ബൈ ദ സെല്ലർ എന്ന് ഉറപ്പുവരുത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫീഡ്ബാക്ക് ആണല്ലേ. ഫീഡ്ബാക്ക് അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യുന്നു. വെദർ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്തോ അത് അറിയാൻ അത് എന്താ സഹായിക്കുന്നത്? ഫീഡ്ബാക്കാണ് സഹായിക്കുന്നത് അല്ലേ. റിസീവ് ചെയ്തു, റിപ്ലൈ വന്നോ എന്നുള്ളത് അറിയാൻ സഹായിക്കുന്നത് ഫീഡ്ബാക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് കൂടാതെ രജിസ്ട്രാർക്ക് റെസ്പോൺസിബിളായ ഫങ്ഷൻ ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂഷൻ ഓഫ് അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഡെവലപ്മെൻറ്റൽ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻ, സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ട് ആസ് പെർ 19 നമ്മുടെ ആക്ടിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, KCS ആക്ടിൽ പറയുന്നുണ്ട്. അതൊക്കെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള. അതല്ലാതെ ഡെവലപ്മെൻറ്റൽ പർപ്പസിനും കൂടി റെസ്പോൺസിബിൾ ആണ് ആര്? രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെവലപ്മെൻറ്റൽ എന്നാണ് വേണ്ടത് കേട്ടോ. ഇൻ അഡീഷൻ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് കൂടാതെ രജിസ്ട്രാർ ഈസ് റെസ്പോൺസിബിൾ ഓൾസോ ഫോർ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ആഫ്റ്റർ ദ ബൈഫർക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ് ഹു ഈസ് എ കൺസേൺഡ് ഓഫീഷ്യൽ. അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ താലൂക്ക് ലെവലിലുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ താലൂക്ക് ലെവലിലുള്ള കൺസേൺഡ് ഓഫീസർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ് താലൂക്ക് ലെവലിലുള്ളത്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ് കേട്ടോ. ഓക്കെ, ഓഡിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. ദ കമ്മിറ്റി ദാറ്റ് ലെഡ് ടു ഫോർമേഷൻ ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആരാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. ഓക്കെ, നബാർഡിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി 1982 നബാർഡ് രൂപീകൃതമാകുന്നത്. ശിവരാമൻ കമ്മിറ്റിയാണ് കമ്മിറ്റി.
ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ കാരണം കോപ്പറേറ്റീവ് യൂണിയനാണ് എടുക്കുക. ഓക്കെ, കോപ്പറേറ്റീവ് യൂണിയനാണ് ഉത്തരമായിട്ട് വരുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നടത്തുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയനാണ്. SCU അല്ലെ CCU. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് PCARD ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് PCARD കൊടുക്കുന്നത് ഏത് ടൈപ്പ് ക്രെഡിറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ PCARD എന്തിനുള്ളതാണ്? PCARDും പിന്നെ അതുപോലെ തന്നെ KS കാർഡും എന്തിനുള്ളതാണ്? ലോങ് ടേം കൊടുക്കാനുള്ളതാണ് അല്ലേ. ഷോർട്ട് ടേമിനാണ് നമ്മുടെ ബാക്കിയുള്ളത് ഉണ്ടായിരുന്നത്. ആദ്യം 3 എണ്ണമായിരുന്നു, 3 ടയറായിരുന്നു. ഇപ്പോൾ 2 ടയറായില്ലേ. കേരള ബാങ്കും അതിൻ്റെ അടിയിൽ പ്രൈമറി മാത്രമല്ലേ ഉള്ളൂ. അവരാണ് ഷോർട്ട് ടേം കൊടുക്കുന്നത്, പിന്നെ ഇവരാണ് ലോങ് ടേം കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ദ ഐഡിയോളജി ഫോളോവഡ് ബൈ ഡാഷ് വാസ് ദ റെമ്യൂണറേറ്റീവ് ലിങ്കിങ് ഓഫ് റൂറൽ മിൽക്ക് പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് വിത്ത് അർബൻ ഡിമാൻഡ് സെൻറ്റേഴ്സ് ടു ബിൽഡ് അപ്പ് വയബിൾ ഡയറി ഇൻഡസ്ട്രി. ഈ ഒരു ഐഡിയോളജി, അതായത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റൂറലായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ മിൽക്ക് കളക്ട് ചെയ്ത് പ്രൊഡ്യൂസേഴ്സുമായി അർബൻ ഡിമാൻഡ് സെൻറ്ററുകളുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ഡയറി ഇൻഡസ്ട്രിക്ക് ആവശ്യകത കൂടും അല്ലേ. റൂറലിലുള്ളതിനേക്കാൾ കൂടുതൽ അർബനിലേക്ക് എത്തിക്കുക, ആ ഒരു ലിങ്കാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഐഡിയോളജി എന്തായിരുന്നു എന്നാണ്. ആ ഐഡിയോളജിയാണ് ഓപ്പറേഷണൽ ഫ്ലഡ്. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു റെമ്യൂണറേറ്റീവ് ലിങ്കിങ് ഓഫ് റൂറൽ മിൽക്ക് പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് വിത്ത് അർബൻ ഡിമാൻഡ് സെൻറ്റേഴ്സ്. അതോടുകൂടി നമ്മുടെ ഡയറി ഇൻഡസ്ട്രി രക്ഷപ്പെടുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. പിന്നെ UHT പ്രോസസ്സ്, ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ളത് UHT പ്രോസസ്സിംഗ് ആണ്. അത് നമ്മുടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ അത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് എന്ന് പറയും. അത് സ്പെസിഫിക് ടെക്നോളജിയാണ്. നമ്മുടെ മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യില്ലേ, നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ടെക്നോളജിയുടെ പേരാണ് UHT പ്രോസസ്സിംഗ് എന്ന് കേട്ടോ. പാല് പ്രത്യേകം തിളപ്പിച്ച് പിന്നെ ലോങ് ടൈമിലേക്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അടുത്തത് IC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമായിരുന്നു. IC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1895 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് DV ഫയലിനെ കോമൺലി എന്തു പറയും എന്നാണ്. DV ഫയലാണ് ഡിസ്പേഴ്സ്മെൻറ്റ് വൗച്ചർ ഫയൽ. ഡിസ്പേഴ്സ്മെൻറ്റ് വൗച്ചർ ഫയലാണ് DV ഫയൽ എന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ CSEBയുടെ ജൂനിയർ ക്ലർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. അത് കഴിഞ്ഞു. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നടന്നുണ്ട് കേട്ടോ. 22-ാം തീയതി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 10 ക്വസ്റ്റ്യനേ അതിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. കോർപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം ആയിരുന്നു. ഷൂൾസ് ഡെലിസ് സിസ്റ്റം വാസ് കൺസേൺഡ് വിത്ത്. ഷൂൾസ് ഡെലിസിൻ്റെ സൊസൈറ്റികൾ പ്രധാനമായിട്ടും ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഓക്കെ, ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ട്രേഡേഴ്സ് എന്ന് പഠിച്ചു വയ്ക്കുക. ഷൂൾസ് ഡെലിസ് സിസ്റ്റം വാസ് കൺസേൺഡ് വിത്ത് ദ ട്രേഡേഴ്സ് എന്ന് പഠിച്ചു വയ്ക്കുക. നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? റോബർട്ട് ഓവൻ ആണല്ലേ. റോബർട്ട് ഓവൻ ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ നല്ല 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ചാർലോട്ടെ സ്ട്രീറ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. റാത്ബോൺ പാലസ്, ലണ്ടൻ 1883. ഈ റാത്ബോൺ പാലസ് എന്നും കൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ വല്ല ക്വസ്റ്റ്യനും അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ ഇൻ ചാർലോട്ടെ സ്ട്രീറ്റ്, റാത്ബോൺ പാലസ്, ലണ്ടൻ ഇൻ 1883. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫൗണ്ട് ചെയ്തു ICA ഹെൽഡ് ഇൻ ലണ്ടനിൽ. ഏത് വർഷമാണ് ലണ്ടനിൽ ആ കോൺഫറൻസ് നടന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ് ലണ്ടനിൽ ആ കോൺഫറൻസ് നടന്നത്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫൗണ്ട് ചെയ്തതാണ് കേട്ടോ. ഫൗണ്ട് ചെയ്ത വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 1895 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ദ ചീഫ് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എത്ര പേഴ്സൺസ് ലിവിങ് ഇൻ ദ സെയിം ഏരിയ കുഡ് ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാമെന്ന്. എത്ര ആളുകൾ കൂടിയിട്ടാണ് ഫോം ചെയ്യുന്നത്. അവരുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? എൻകറേജ്മെൻറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ആയിരുന്നു. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പോൾ 10 ആൾക്കാർ കൂടിയിട്ടായിരുന്നു അല്ലേ 1904 ആക്ടിൻ്റെ പറയുന്നത് 10 പേഴ്സൺസ് ആയിരുന്നു. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, 10 പേഴ്സൺസ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 10 പേഴ്സൺസ് ലിവിങ് ഇൻ ദ സെയിം ഏരിയ, ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോർ ദ എൻകറേജ്മെൻറ്റ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് മെമ്പേഴ്സ് ആയിരുന്നു, ഒന്നുകൂടെ ഓർത്തിക്കും. പിന്നെ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 19(1)(c)യിലാണല്ലോ പാർട്ട് 3 അതായത് ഭാഗം 3 ആർട്ടിക്കിൾ 19(1)(c)യിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻസേർട്ട് ചെയ്തത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുക എന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയിട്ടുള്ളതാണ് ഈ ഇൻസേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 19(1)(c)യിൽ അപ്പോൾ ബാക്കി കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഉത്തരം കേട്ടോ, കറക്റ്റായിട്ടുള്ളത് അതാണ്. അപ്പോൾ അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇത് സിറ്റിസൺസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള സിയിലാണ് ഉൾപ്പെടുത്തി, 19(1)(c)യിലാണ് കേട്ടോ, ആർട്ടിക്കിൾ 19(1)(c)യിലാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി വേറെ കുറച്ച് കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ഒരു 8 മെമ്പർ ടാസ്ക് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു അണ്ടർ ദ ചെയർമാൻഷിപ്പ്. ആരായിരുന്നു ചെയർമാൻ? ഓഗസ്റ്റ് 5, 2004. 2004 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് പെട്ടെന്ന് കിട്ടും. ടു റെക്കമെൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻ ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവിൽ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റിവൈവലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റീനെ ഫോം ചെയ്തിട്ടുള്ളത്, അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. 8 മെമ്പർ ടാസ്ക് ഫോഴ്സ് ആയിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? വൈദ്യനാഥനാണ്. 2004 വർഷം കാണുമ്പോൾ തന്നെ വൈദ്യനാഥനെ ഓർക്കുക. പിന്നെ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെയാണ് വൈദ്യനാഥൻ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ബോംബെ പ്രൊവിൻസ് ഇൻ 1915. ഫസ്റ്റ് മാർക്കറ്റിംഗ് ആണ് കേട്ടോ, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വന്നത് ബോംബെയിലാണ്. ബോംബെ ഇൻ ദ ഫോർമർ ബോംബെ പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബോംബെയിലാണ് സ്ഥലം. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ വിത്ത് റിഗാർഡ്സ് ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ബന്ധപ്പെട്ട് ട്രൂവും ഫോൾസും ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രൂ ആണോ ഫോൾസ് ആണോ അത് ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. സൊസൈറ്റീസ് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു അപ്പോയിൻറ്റ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ഫോർ ടൈംലി കണ്ടക്ട് ഓഫ് ഓഡിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പെർമിഷൻസ് ഡിനൈഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബൈ കോപ്പറേറ്റീവ്സ് ഇൻ അതർ കോപ്പറേറ്റീവ്സ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. മെമ്പേഴ്സ് ആഫ്റ്റർ ബിക്കമിങ് മിനിസ്റ്റർ, MP or MLA ആർ അലൗഡ് ടു ഹോൾഡ് ഓഫീസ് ഓഫ് ചെയർമാൻ ഓർ പ്രസിഡൻറ്റ്. റിഡംഷൻ ഓഫ് ഷെയർസ് ഓൺ ദെയർ ഫേസ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1ഉം 4ഉമാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ, 1ഉം 4ഉമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സൊസൈറ്റീസ് വെസ്റ്റഡ് വിത്ത് പവർ ടു അപ്പോയിൻറ്റ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ഫോർ ടൈംലി കണ്ടക്ട് ഓഫ് ഓഡിറ്റ് എന്ന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി 2002 പറയുന്നുണ്ട്. പിന്നെയുള്ളത് 4മത്തെയാണ്, 4മത്തെ കറക്റ്റാണ്. റിഡംഷൻ ഓഫ് ഷെയർസ് ഓൺ ദെയർ ഫേസ് വാല്യൂ, അതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഫീച്ചറായിട്ട് പഠിച്ചു വയ്ക്കുക. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫിനാൻസിങ് ഹൗസിംഗ് ത്രൂ ദ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. അതിൻ്റെ അപ്പെക്സ് ആണ്, പ്രൈമറി ഹൗസിങ്ങിൻ്റെ അപ്പെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി ഹൗസിങ്ങിൻ്റെ അപ്പെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ അത്? KSCHF ആണ്, KSCHF. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാഞ്ചസ്റ്റർ കോൺഗ്രസ് 1995 ICA റിവൈസ് ചെയ്തു കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് വിച്ച് ഇൻക്ലൂഡഡ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് യൂണിറ്റി ഓർ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആണോ, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ ആണോ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് പാട്രണേജ് റിബേറ്റ് ഉണ്ടോ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണോ. അപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ ഉണ്ട്, പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണുള്ളത്. അപ്പോൾ 2ഉം 4ഉം ഉണ്ട്. ബാക്കിയുള്ളതൊന്നും ഈ മാഞ്ചസ്റ്റർ 1995 മാക്ഫിയേഴ്സൻ്റെ ശേഷം ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ, റിലീജിയസ് ന്യൂട്രാലിറ്റി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ഉത്തരം കൊടുക്കുക? ഓൺലി 2 and 4 ആർ കറക്റ്റ് എന്നാണ് കൊടുക്കുക. അപ്പോൾ കോർപ്പറേഷനിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻസ്, ഫെബ്രുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് വായിച്ച്
ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്